പറയുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത്, അനേകർ ഭക്തിയുടെ വേഷം ധരിക്കും, എന്നാൽ അതിന്റെ ശക്തിയെ ത്യജിക്കും. ഇത് അന്ത്യകാലത്ത് സംഭവിക്കണം. മനുഷ്യർ ഭക്തിയുടെ വേഷം ധരിക്കണം. ഭക്തി ഇല്ലെങ്കിൽ എന്തിനാണ് ഭക്തിയുടെ വേഷം ധരിക്കുന്നത്? ഭക്തി കെട്ടവനായിട്ട് ജീവിച്ചാൽ പോരെ? പാപിയായിട്ട് ജീവിച്ചാൽ പോരെ? വഷളനായി കൊള്ളരുതാത്തവനായി ജീവിച്ചാൽ പോരാ. പ്രവചനം നിറവേറ്റപ്പെടണം. പ്രവചനം എന്താണ്? അന്ത്യകാലത്ത് മനുഷ്യർ ഭക്തിയുടെ വേഷം ധരിക്കും. ഭക്തിക്കൊരു വേഷമുണ്ടോ? ഉണ്ട്. വേഷത്തിൽ ഭക്തി തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. വേഷം കൊണ്ട് തങ്ങൾ ആണ് എന്ന് തെളിയിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. മനുഷ്യർ മതത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭക്തന്മാരായി തീരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും അവരുടേതായിരിക്കുന്ന പാരമ്പര്യങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യൻ കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളാണ്. വേദപുസ്തകം മറ്റൊരു കാര്യം പറയുന്നു: അന്ത്യകാലത്ത് വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതൽ സംഭവിക്കും. വിശദാംശങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിന്റെ താളുകളിൽ ഈ സത്യം വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജമായ അടയാളങ്ങൾ ഇത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജമായ അടയാളങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അനേകർ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്നു. വ്യാജം എങ്ങനെയാണ് വ്യാജമെന്ന് നാം എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ യഹോവയായ ദൈവം മോശയെയും അഹ്റോനെയും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുവാനുള്ള കാരണം ഇതാണ്. യഹോവയായ ദൈവം പറഞ്ഞു, എന്റെ ജനത്തെ വിട്ടയക്കണം, അവർ മരുഭൂമിയിൽ പോയി എന്നെ ആരാധിക്കണം. മോശ പറഞ്ഞു, അവർ വിട്ടയച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം? ദൈവം പറഞ്ഞു, നീ നിന്റെ വടി താഴെയിടണം. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മോശയും അഹ്റോനും ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നു. അഹ്റോൻ തന്റെ വടി നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഫറവോൻ തന്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികളെ വിളിച്ചു. അവരും തങ്ങളുടെ വടി നിലത്തിട്ടു, സർപ്പമായി തീർന്നു. എന്താ വ്യത്യാസം? അഹ്റോൻ തന്റെ വടി നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. രാജകൊട്ടാരത്തിലെ മന്ത്രവാദികൾ തങ്ങളുടെ വടി നിലത്തിട്ടു, അതും സർപ്പമായി തീർന്നു. വ്യത്യാസം എവിടെയാണ്? വേദപുസ്തകം വായിക്കുന്നവർ പറയും, ഒന്ന് സത്യമായ അത്ഭുതമാണ്, മറ്റത് വ്യാജമായ അത്ഭുതമാണ്. എങ്കിൽ അതും അത്ഭുതമല്ലേ? അതും അത്ഭുതമാണ്. രണ്ടും അത്ഭുതങ്ങളാണ്. ഒന്നിനെ സത്യമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഒന്നിനെ വ്യാജമെന്ന് എന്തുകൊണ്ട് പറയുന്നു? യേശുക്രിസ്തു പറഞ്ഞു, അന്ത്യകാലത്ത് സാത്താൻ വ്യാജമായ സകല അടയാളങ്ങളോടുകൂടെ അനേകരെ തെറ്റിക്കുവാൻ ശ്രമിക്കും. ഇത് അന്ത്യകാലത്തുള്ള ലക്ഷണമാണ്. വ്യാജം എന്തുകൊണ്ടാണ് ആകുന്നത്? എന്റെ കയ്യിൽ ഒരു നോട്ടുണ്ട്. 1000 രൂപയുടെ ഒരു നോട്ടുമായിട്ട് നാം കടയിൽ ചെന്നാൽ കടയിലിരിക്കുന്ന കടയുടെ ഉടമസ്ഥൻ ഒരു പ്രാവശ്യമെങ്കിലും ലൈറ്റിന്റെ വെളിച്ചത്തിൽ അതിനെ പിടിച്ചെന്ന് നോക്കും. എന്താണ് നോക്കുന്നത്? പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശോധന ആവശ്യമായി വരുന്നത്? പരിശോധന ആവശ്യമായി വരുന്നത് കമ്പോളങ്ങളിൽ വ്യാജ നോട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. വ്യാജ നോട്ട് എന്ന് ഏത് നോട്ടിനെയാണ് പറയുന്നത്? വ്യാജ നോട്ട് നമ്മുടെ ഒന്നും കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ തിരിച്ചറിയുവാൻ സാധ്യമല്ല. അത്രമാത്രം വ്യാജ നോട്ട് നല്ല നോട്ടിനോട് ഒത്തിരിക്കുന്നതാണ്. എന്നാൽ അതിനെ വ്യാജ നോട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? വ്യാജം എങ്ങനെയാണ് വ്യാജമായി തീരുന്നത്? അതിന് ഉത്തരം വേദപുസ്തകം പറയുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വരാത്ത നോട്ടുകളെല്ലാം വ്യാജമാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കാത്ത നോട്ടുകളെല്ലാം തന്നെ വ്യാജമാണ്. അങ്ങനെയെങ്കിൽ ഒരു നോട്ട് വ്യാജമായി തീർന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് ഒരു നോട്ടിനെ കള്ളനോട്ട് എന്ന് പറയുന്നത്? സാധാരണ ഒരു നോട്ടിൽ കാണുന്ന എല്ലാ ചിത്രങ്ങളും എംബ്ലംസും ഒരു കള്ളനോട്ടിലും കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അനേക കടകളിൽ കള്ളനോട്ടുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ 1000 നോട്ടുകളൊന്നും ആരും വാങ്ങിക്കാറില്ല. ഭയമാണ്. കള്ളനോട്ടുകൾ ധാരാളം ഓടുന്ന സ്ഥലങ്ങളാണത്. ഒരു നോട്ടിന് നാം കള്ളനോട്ട് എന്ന് പറയുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വരാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ RBIയിൽ നിന്നും പുറപ്പെടാത്തതെല്ലാം കള്ളനോട്ടാണ്. അതെത്രയും സുന്ദരമായിക്കൊള്ളട്ടെ, അത് നല്ല നോട്ടിനോട് എത്രയും യോജിപ്പുള്ളതായിക്കൊള്ളട്ടെ, RBIയിൽ നിന്നും പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വ്യാജ നോട്ടാണ്. വ്യാജമായ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? അത് അത്ഭുതം തന്നെയാണ്, അത് അടയാളം തന്നെയാണ്, അതിശയ പ്രവൃത്തികൾ തീർച്ചയായിട്ടും നടക്കും. എന്നാൽ അതിനെ വ്യാജമെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നും പുറപ്പെടാത്തത് കൊണ്ടാണ്. ദൈവത്തിൽ നിന്നും പുറപ്പെടാത്തതെല്ലാം വ്യാജമാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അന്ത്യകാലത്തിന്റെ ലക്ഷണമാണത്. എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. ഇന്ന് പല വിശ്വാസികളും ആശയക്കുഴപ്പത്തിലാണ്, തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ആളുകൾ അവിടെ ധാരാളമായിട്ട് കൂടുന്നുണ്ട്. ഇത്രയും ആളുകൾ അവിടെ കൂടുന്നുണ്ടെങ്കിൽ അത് സത്യമല്ലെന്നെങ്ങനെ വരും? ഇത്രയും അതിശയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുവെങ്കിൽ അത് സത്യമല്ലെന്ന് എങ്ങനെ പറയും? ആശയക്കുഴപ്പം. പൗലോസ് പറയുന്നു, അധർമ്മമൂർത്തിയുടെ വെളിപ്പാട് വ്യാജമായ സകല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ആയിരിക്കും. അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളാണ്, തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല പ്രോഗ്രാംസ് തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടി വെളിപ്പെട്ട് വരുന്ന പല പ്രോഗ്രാംസ്, ക്രിസ്തീയ പ്രോഗ്രാംസ്, വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി തന്നെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വ്യാജമായിരിക്കുവാൻ സാധ്യതയുണ്ട്. അത് പരിശോധിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഒരു 1000 രൂപ നോട്ട് കിട്ടിയാൽ നാം നിശ്ചയമായിട്ടും പരിശോധിക്കും. എന്നാൽ വേദപുസ്തകത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, ആത്മികമായ സത്യങ്ങൾ നാം അതിലധികം എത്രയോ ഗൗരവമായിട്ട് പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. വ്യാജം ആത്മിക ഗോളത്തിൽ, മതപരമായിട്ടുള്ള മണ്ഡലങ്ങളിൽ വ്യാജ അത്ഭുത പ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്നു. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലനായ പൗലോസും അന്ത്യകാലത്ത് സംഭവിക്കേണ്ടുന്ന മറ്റനേക കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണമാണ്. ലോകത്തിന്റെ ഒരു കോണിലിരുന്നു കൊണ്ട് സകല ലോകത്തിന്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കത്തക്ക നിലയിൽ ശാസ്ത്രം വളർന്നെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ ലക്ഷണമാണ്. അങ്ങനെ സംഭവിച്ചേ മതിയാകൂ എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങൾ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, വലിയ ഭൂകമ്പങ്ങൾ, മാരകമായ രോഗങ്ങൾ, രാജ്യം രാജ്യത്തോടും രാഷ്ട്രം രാഷ്ട്രത്തോടും ജാതി ജാതിയോടും എതിർക്കുന്ന ഭയങ്കരമായ സംഭവങ്ങൾ ലോകത്തിലുണ്ടാകും. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ ചേർക്കപ്പെടലിനോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളെ എടുക്കുവാനായിട്ടുള്ള വരവിനോടുള്ള ബന്ധത്തിൽ ഒരു ലക്ഷണം പോലും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ഏത് സമയത്തും മടങ്ങി വരാം. എന്നാൽ
ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ദൈവജനം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് യേശുക്രിസ്തു മടങ്ങി വരും എന്നാണ്. യേശുക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ടുള്ള തന്റെ വരവിന് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ വരുന്നില്ല? യേശുക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ടുള്ള വരവിന് നിവൃത്തിയാകേണ്ട പ്രവചനങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല? അപ്പോസ്തലനായ പൗലോസ് അതിന് നൽകുന്ന ഉത്തരങ്ങൾ വായിച്ച് എൻ്റെ പ്രമേയം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം കയ്യിലുള്ളവർ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. വേദപുസ്തകമുള്ളവർ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഏത് പശ്ചാത്തലത്തിലാണ് പത്രോസ് ശ്ലീഹ ഈ വാക്യങ്ങൾ പറയുന്നത്? അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് ഇവിടെ വിഷയം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തത്തെ ചോദ്യം ചെയ്യുന്ന പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാകും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് ശ്ലീഹ ഓർപ്പിച്ചു. അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളിൽ ഒന്നാണിത്. താഴോട്ട് നാം വായിക്കുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. ദൈവം തന്റെ വചനത്താൽ ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് മനസ്സോടെ മറന്നുകളയുന്ന ആളുകളുള്ള അന്ത്യകാലം വരും എന്ന് നിങ്ങൾ അറിയണം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 2000 വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രസംഗിക്കുകയല്ലേ? നിങ്ങളുടെ കർത്താവ് എവിടെ? അവൻ വാഗ്ദത്തം ചെയ്തത് മറന്നുപോയോ? ഇങ്ങനെ ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. പത്രോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് തോന്നിക്കുന്നു എന്ന് വിശ്വാസികൾക്കുള്ള ആ തോന്നലിന് മറുപടിയായി 3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം 8-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. അതെങ്ങനെയാണ്? കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. സഹോദരന്മാരെ, വിശ്വാസികളെ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ സമയത്തെ അളക്കുന്നത് പോലെ അല്ല ദൈവം സമയത്തെ അളക്കുന്നത്. നിങ്ങളുടെ അളവുകോലും ദൈവത്തിന്റെ അളവുകോലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയും ദൈവം തീരുമാനിച്ചിരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. പരിമിതിയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ അനാദികാലത്തിലെ നിർണയങ്ങൾ മനസ്സിലാക്കുവാൻ പരാജയപ്പെടുന്നു. മനുഷ്യനത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ അളക്കുന്നത് പോലെ അല്ല ദൈവം അളക്കുന്നത്. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അളവുകോലും മനുഷ്യന്റെ അളവുകോലും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. അത് ശരിയല്ലേ? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ?
അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഒരിക്കൽ താൻ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിന് മുമ്പിൽ ഇരുന്ന സമയത്ത് ആളുകൾ ആ ഭണ്ഡാരത്തിൽ പണം എങ്ങനെ ഇടുന്നു എന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു. അനേക ധനവാന്മാർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ നിന്നും ധാരാളമായിട്ടിട്ടു. എന്നാൽ വിധവയായ ഒരു സ്ത്രീ 2 കാശ് ഇട്ടു. യേശുക്രിസ്തു അളന്നിട്ട് പറഞ്ഞു, ഇവൾ എല്ലാവരേക്കാളും അധികം ഇട്ടു. മനുഷ്യൻ അളക്കുന്നതും ദൈവം അളക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനും നിങ്ങളുമാണെങ്കിൽ പറയും, 1000 ഇട്ടവരാണ് അധികം ഇട്ടത്. യേശുക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ അളക്കുന്നത് പോലെ അല്ല ഞാൻ അളക്കുന്നത്. ഞാൻ അളക്കുന്ന രീതിയും നിങ്ങൾ അളക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. ഈ കാര്യം നാം മനസ്സിലാക്കണം. നാം പരിമിതിയുള്ളവരാണ്, പരിധിക്കുള്ളിൽ ജീവിക്കുന്നവരാണ്. സമയപരിധി, കാലപരിധി, സ്ഥലപരിധി, ബുദ്ധിപരിധി, മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. ദൈവം പരിമിതി ഇല്ലാത്തവനാണ്. പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ പരിമിതിയില്ലാത്ത ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ അനാദി നിർണയങ്ങളെ പൂർണ്ണമായിട്ടും മനുഷ്യന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പിശക് പറ്റുന്നത്. നാം അളക്കുന്നത് പോലെ അല്ല ദൈവം അളക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ താമസമെന്ന് തോന്നിക്കുന്നതിന് രണ്ടാമത്തെ ഉത്തരമായി, രണ്ടാമത്തെ കാരണമായി അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം ഇതാണ്. എല്ലാവരും തിമോത്തിയോസിനെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആ കാര്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു.